കാണാതായ സൈനികൻ വിഷ്ണുവിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നതിന്റെ ഇല്ല അറിഞ്ഞില്ല. സാറുമാരെ കൂടെ ഇപ്പൊ വണ്ടിയിൽ വരുമ്പോ സാറുമാരെ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അപ്പത്തൊരു ഹാപ്പിയാണ് ഞാൻ. കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. നല്ല രാത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറുമാരെ കണ്ടാല്. അപ്പോ ശരി. കഴിഞ്ഞ മാസം 17-നാണ് പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവധിക്ക് നാട്ടിലേക്ക് തിരിച്ച വിഷ്ണുവിനെ കാണാതായത്. എലത്തൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കുകയാണ് വിഷ്ണു. കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വിഷ്ണുവിനെ മാതാപിതാക്കൾക്കൊപ്പം വിടും. വിഷ്ണുവിന്റെ പ്രതികരണമാണ് കേട്ടത്. കോഴിക്കോട് എരഞ്ഞിക്കൽ കണ്ടംകുളങ്ങര സുരേഷിന്റെ മകനായ വിഷ്ണുവിനെ കാണാനില്ല എന്ന് കാണിച്ച് ബന്ധുക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസിനൊപ്പം തന്നെ സൈനികരും വിഷ്ണുവുമായിട്ട് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. സാമ്പത്തിക പ്രയാസം കൊണ്ടാണ് നാട്ടിൽ നിന്ന് മാറി നിന്നത് എന്ന് വിഷ്ണു പോലീസിന് മൊഴി നൽകി എന്നുള്ള സൂചനകൾ വരുന്നു. വിഷ്ണുവിന്റെ ചില സുഹൃത്തുക്കളൊക്കെ നൽകിയ വിവരം അറിയിച്ചാണ് പോലീസ് അന്വേഷണവുമായി ബംഗളൂരുവിൽ എത്തിയത്. നാട്ടിലേക്കുള്ള യാത്രക്കിടെ കാണാതായ മലയാളി സൈനികൻ വിഷ്ണു തിരിച്ച് എത്തിയിരിക്കുന്നു. അനീഷ, വിഷ്ണുവിന്റെ പ്രതികരണം ഏത് തരത്തിലായിരിക്കുന്നു? ഇനി എത്ര സമയമെടുത്താണ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക? വിഷ്ണു വീട്ടുകാർക്കൊപ്പം പോകുക? അനീഷ, ഇനിയുള്ള നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ്? എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക വിഷ്ണുവിനെ? ഹാജരാക്കും. അമ്മയും അച്ഛനും ഒക്കെയായി കണ്ടു. എന്തായാലും സുഖകരമായി ഈ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഒരാളെ കാണാതായി എന്നുള്ള അന്വേഷണം ശുഭകരമായ രീതിയിൽ പര്യവസാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ. അല്പസമയം മുമ്പ് വിഷ്ണു മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. നാട്ടിൽ നടന്ന കോലാഹലങ്ങളൊന്നും തന്റെ കാണാതാവലുമായി ബന്ധപ്പെട്ട് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ തെരഞ്ഞെത്തിയപ്പോൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് താൻ അറിഞ്ഞത്. ഫോൺ കുറച്ചു ദിവസം ഉപയോഗിക്കാതിരുന്നു എന്ന് മാത്രമാണ് ഒരു പിഴവ് പറ്റിപ്പോയതെന്നും പറയുന്നു. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിന്റെ ഒരു മാനസിക പ്രയാസം മൂലമാണ് കുറച്ചു ദിവസം മാറി നിന്നത്. എന്തായാലും ഇപ്പോൾ സന്തോഷകരമായി കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. തനിക്ക് പറ്റിയ ഒരു പിഴവാണ് ഇക്കാര്യമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കുടുംബത്തെ കണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഈ പരാതി ഔദ്യോഗികമായി നൽകിയതുകൊണ്ട്, രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം പോയതുകൊണ്ട് ഈ കൊയിലാണ്ടി സ്റ്റേഷനിലേക്ക് എലത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷം കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമാവും കുടുംബത്തോടൊപ്പം അദ്ദേഹത്തെ വിടുക. എന്തായാലും തികച്ചും ശുഭകരമായൊരു പരിസമാപ്തി തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. കാരണം വലിയ ആശങ്ക ഒരു ഘട്ടത്തിൽ വന്ന സംഭവമാണിത്. കാരണം ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെയൊക്കെ എത്തിയെന്ന് കുടുംബത്തെ അറിയിച്ചു. അതിനുശേഷം അപ്രതീക്ഷിതമായി കാണാതാവുന്നു. പിന്നീട് ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയെങ്കിൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ കുടുംബത്തിനൊപ്പം വിഷ്ണു ചേർന്നിരിക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകി.